പല ആൾക്കാരും പല വ്യാഖ്യാനങ്ങളും നൽകുന്നുണ്ട്. കോഹിനൂർ രത്നം വാസ്തവത്തിൽ സമന്തകമാണെന്ന് പറയുന്നുണ്ട്. ഇന്ന് ഇംഗ്ലണ്ടിലാണ്, അവിടുത്തെ മ്യൂസിയത്തിൽ ഇരിക്കുകയാണ് കോഹിനൂർ രത്നം. ഇവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ ആ സമന്തകം, പക്ഷേ എൻ്റെ പുസ്തകത്തിലെ സമന്തകം ഇതിൽ പറയുന്ന കഥ ഒരു സങ്കല്പ കഥയാണ്. അതെന്താണെന്ന് വച്ചാൽ, സമന്തകം വരുന്നത് സൂര്യലോകത്തു നിന്നാണ്. സൂര്യനാണ് സമന്തകം സത്രാജ്യത്തിന് കൊടുക്കുന്നത്. അപ്പോൾ സമന്തകത്തിൻ്റെ ജനനം തൊട്ടുള്ള കാര്യങ്ങൾ ഞാനൊരു സങ്കല്പത്തിലെടുത്തു. സമന്തകത്തിൻ്റെ പിതാവായിട്ടാണ് ഞാൻ അതിലേക്ക് സൂര്യദേവനെ സങ്കല്പിച്ചത്. ഇപ്പോൾ ആകാശഗോളങ്ങളുടെ പ്രസൂതി ചരിതം എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിയിലൂടെയാണ് അതുണ്ടാവുന്നത്. നമുക്ക് ഭൂമിയെക്കുറിച്ചൊക്കെ നോക്കിയാൽ അറിയാം. യൂണിവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ബിഗ് ബാങ് തിയറി പറയും അല്ലേ, ഒരു വലിയ പൊട്ടിത്തെറി. അങ്ങനെ പൊട്ടിത്തെറിച്ചുണ്ടായ പ്രകാശം മാത്രമുള്ള ഒരു ലോകം, അതാണ് സൂര്യലോകം. അവിടെ പ്രകാശം മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ അദ്വൈതം എന്ന് നമുക്ക് പറയാം. അദ്വൈതം, രണ്ടില്ലാത്ത അവസ്ഥ. രണ്ട് ഇല്ല, മനസ്സ് ഞാൻ വേറെ നീ വേറെ എന്നുള്ളതില്ലാത്ത ഒരു ലോകം. ആ ലോകത്ത് പ്രകാശം മാത്രം അനുഭവിച്ച് ജീവിച്ച സമന്തകം ആ സൂര്യനിൽ നിന്നും സത്രാജിത്തിൻ്റെ തപസ് വഴി സൂര്യദേവൻ ഈ സമന്തകത്തെ സത്രാജിത്തിന് കൊടുക്കാൻ വേണ്ടി സൂര്യലോകത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ ആദ്യമായിട്ട് സമന്തകത്തിന് അദ്വൈതത്തിൽ നിന്നും, പ്രകാശപൂർണമായിട്ടുള്ള അദ്വൈതത്തിൽ നിന്നും പ്രകാശവും ഇരുട്ടുമുള്ള ദ്വൈതത്തിലേക്ക് കടന്നു വരുന്നു. ഇപ്പം നമ്മുടെ എല്ലാ മനസ്സുകൾ ദ്വൈതത്തിലാണ്. നമുക്ക് സുഖമുണ്ട്, ദുഃഖവുമുണ്ട് അല്ലേ. സുഖം നല്ല ആകാശം, ഖം എന്ന് പറഞ്ഞാൽ ആകാശമാണ്. ദുഃഖം ദുഷിച്ച ആകാശം. ഇത് രണ്ടും നമുക്കുണ്ട്. അതുകൊണ്ട് ഗീതയിൽ സ്ഥിരമായിട്ട് പറയും സമസുഖ സമലോഷ്മ സമദുഃഖ കാഞ്ചന. ഇവയെ രണ്ടിലും ഒരുപോലെ കാണുക. യോഗ സമത്വം ഉച്യതേ. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമത്വമാണ്, ഇക്വിലിബ്രിയം എന്ന് പറയും. ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മുടെ ഒരു എമോഷനിലോട്ട് പോകുമ്പോൾ ആ ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പോയി. ഇമോഷനകത്തൊരു മോഷനുണ്ട്, ഒരു മൂവ്മെൻറ്റ്, ചലനം, പരിണാമം. വികാരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മാറ്റം എന്നാണ്, പരിണാമം. അപ്പം നമ്മുടെ സമമായിട്ടിരിക്കുന്ന നമ്മുടെ മനസ്സ് പതുക്കെ ബാലൻസ്ഡ് അല്ലാതായി നമ്മുടെ മനസ്സിൽ ദേഷ്യമോ വിഷമമോ അമിതമായ സന്തോഷമോ എന്ത് വികാരം വന്നാലും നമ്മുടെ ബാലൻസിങ് അവിടെ തെറ്റി. നമ്മുടെ ന്യൂക്ലിയസിൽ നിന്നും ഇറങ്ങി ഒരു ഓർബിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരം നമ്മൾ ഓർബിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും എന്ത് ചെയ്യും? ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ വരും. നമ്മൾ പറയും വിഷമം വന്നാൽ കരഞ്ഞു തീർക്കണം എന്ന് പറയും, അല്ലെങ്കിൽ ഷെയർ ചെയ്യണമെന്ന് പറയും. അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ വിഷമം കുറച്ച് കുറയും. അതുകൊണ്ട് കരയുന്നത് ഒരു വലിയ പാതകമൊന്നുമല്ല, അതൊരു തരം റിലീസിങ് ആണ്. നിങ്ങളുടെ മനസ്സിൽ വിഷമം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് നമ്മളെന്ന് പറയും, വിഷാദ രോഗം, അത് വേറെയാണ്, കുറച്ചുകൂടെ ഡിഗ്രി കൂടിയതാണ്. പക്ഷെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വിഷമമൊക്കെ വരുന്നുണ്ടെങ്കിൽ വളരെ റിലയബിളായിട്ടുള്ള ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു വെൽവിഷറോ ഉണ്ടെങ്കിൽ അയാളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാം. എല്ലാവരോടും ഷെയർ ചെയ്താൽ പിന്നെ അത് നാട്ടിൽ നീ ഇതാരോടും പറയരുതെന്ന് നിങ്ങൾ ഒരാളോട് പറയും, അയാൾ മറ്റൊരാളോട് പറയും നീ ഇതാരോടും പറയരുതെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് അറിയാത്ത ആരും ഇല്ലാതായി മാറും. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരു ഡയറിയോ ഒരു പേപ്പറോ എടുത്ത് വെച്ച് അത് മൊത്തം എഴുതിയിട്ട് കീറിക്കളയുകയോ കത്തിച്ച് കളയുകയോ ഒക്കെ ചെയ്യാം. ഇതുമൊന്നും പറ്റിയില്ല, സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ കൗൺസിലറുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ വിഷമം പറയാം. അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. നമ്മുടെ ബുദ്ധിയിൽ ചിലപ്പോൾ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഒന്നോ രണ്ടോ ഓപ്ഷനേ കാണത്തുള്ളൂ. ഒരു എസ്സോ ഒരു നോയോ കാണും. പക്ഷേ വാസ്തവത്തിൽ ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷണലിന് നിങ്ങൾക്കൊരു 10ഓ 15ഓ ഓപ്ഷൻസ് തരാൻ പറ്റും. പല സന്ദർഭങ്ങളിലും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ നമ്മൾ ചെയ്യാറില്ല. എന്താണെന്നറിയോ? ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്.
ചിലപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ ഈ പ്രശ്നം തനിയെ അങ്ങ് പോകും. കാരണം ഏതൊരു പ്രശ്നവും ഒരു പ്രകോപനം ഉണ്ടാക്കുന്നത് ഒരു റിയാക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. നിങ്ങൾ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു റിയാക്ഷൻ നിങ്ങളിൽ നിന്നുണ്ടായില്ലെങ്കിൽ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തി പരാജയപ്പെടും. നിങ്ങളെ ദേഷ്യപ്പെടുത്താനായിട്ടൊരു വ്യക്തി നിങ്ങളെ പ്രകോപിപ്പിക്കാനായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ട് റെസ്പോണ്ട് ചെയ്താൽ വാസ്തവത്തിൽ ആ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് അവിടെ പരാജയപ്പെടുക. അല്ലേ? ക്രോധം എന്ന് പറയുന്നത് അതിശക്തമായൊരു വികാരമാണ്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ആസക്തിയിൽ നിന്നും കാമമുണ്ടാകുന്നു. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലാണ്, വലിയ അർത്ഥത്തിലാണ് പറയുന്ന കാമം, ലസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. ആ കാമത്തിന് തിരിച്ചടി ഉണ്ടാകുമ്പോൾ ക്രോധമായിട്ടത് മാറും. അഗ്രഷൻ, ഡിപ്രഷൻ, ഇത് രണ്ടും സംഭവിക്കും. അക്രോധത്തിൽ നിന്നും സമ്മോഹം അഥവാ ബുദ്ധിഭ്രമം, ബുദ്ധിനാശം ഉണ്ടാകും. അതിൽ നിന്നും സ്മൃതിഭ്രംശമുണ്ടാകും, ഓർമ്മക്കുറവുണ്ടാകും. ബുദ്ധി നേരെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഓർമ്മക്കുറവുണ്ടാകും. സ്മൃതിഭ്രംശത്തിൽ നിന്നും വിവേകം നഷ്ടപ്പെടും. വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിത്യാനിത്യ വിവേചന ബോധം, വിസ്ഡം. ഇംഗ്ലീഷിൽ നമ്മൾ വിസ്ഡം എന്ന് പറയുന്നതാണ് വിവേകം. നിത്യാനിത്യ വിവേചന ബോധം. എനിക്കെന്താണ് നല്ലത്, എനിക്കെന്താണ് ചീത്ത, ഇൻ ലോങ് ടേം. ചിലപ്പോൾ നമുക്ക് ഇന്ന് നല്ല സന്തോഷം തരുന്നൊരു കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് നാളെ നമുക്ക് വലിയ ദുഃഖമായിരിക്കും തരിക. അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് ആദ്യമേ തീരുമാനിക്കാൻ കഴിയുന്ന കഴിവാണ് വിവേകം. പക്ഷേ ഇന്ന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ലോങ് ടേമിൽ നമുക്ക് വളരെയേറെ പ്രയോജനപ്രദമായിരിക്കും, സന്തോഷമായിരിക്കും. അതിനെ സെലക്ട് ചെയ്യാൻ കഴിയുക. ഉദാഹരണത്തിന് ഞാൻ പറയാം, പലർക്കും കഠിനമായി പഠിച്ചാൽ മാത്രമേ അവരുദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലെത്താൻ സാധിക്കൂ. കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ അവരുദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലെത്താൻ സാധിക്കൂ. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇന്ന്. പക്ഷേ വൺസ് ദേ ഗെറ്റ് എ ജോബ്, അവരുദ്ദേശിക്കുന്ന സ്റ്റാറ്റസിലെത്തുമ്പോൾ ദേ വിൽ ബി വെരി ഹാപ്പി. ജീവിതത്തിൻ്റെ ബാക്കി ഭാഗം മുഴുവൻ പിന്നെ അവർ സന്തോഷിക്കും, അല്ലേ? അതേസമയം ഒരാൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, ആ സംഭവം അങ്ങോട്ട് നമ്മുടെ നെർവിലോട്ട് കയറുമ്പോൾ തന്നെ തലയ്ക്ക് സ്റ്റിമുലേഷൻ വരും, ഒരു വലിയൊരു സന്തോഷം പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ നമുക്കറിയാം അൾട്ടിമേറ്റ്ലി ഇത് വലിയ രീതിയിൽ നമുക്ക് അപകടകരമായിട്ട് നമ്മുടെ ശരീരത്തിന്, മനസ്സിന്, ബോധത്തിന് എല്ലാം അൾട്ടിമേറ്റ്ലി വലിയ ദോഷമായിട്ട് മാറും. അപ്പോൾ എന്താണോ നമുക്ക് ജീവിതത്തിന് പ്രയോജനപ്രദം, ലോങ് ടൈമിൽ നമുക്ക് നല്ലത് തരുന്നത് എന്നുള്ളതും അതിനെ സെലക്ട് ചെയ്യാനുള്ള കഴിവും മറ്റുള്ളത് വേണ്ട എന്ന് വെക്കാനുള്ള കഴിവുമാണ് വിവേകമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ റൂട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഭഗവത്ഗീതയിൽ പറഞ്ഞത്, ആസക്തിയിൽ നിന്നും കാമം, കാമത്തിൽ നിന്നും ക്രോധം, ക്രോധത്തിൽ നിന്നും ബുദ്ധിനാശം, അവിടെ നിന്ന് സ്മൃതിഭ്രംശം, അത് കഴിയുമ്പോൾ നമ്മുടെ വിവേകം നഷ്ടപ്പെടുന്നു. അതോടുകൂടി വ്യക്തി മരണത്തിന് തുല്യമായ അവസ്ഥയിലെത്തുന്നു, പ്രണശ്യതി, നശിച്ചു പോകുന്നു. ഇതാണ് ഗീതയിൽ പറയുന്നത്. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഗീത രണ്ട് കാര്യങ്ങൾ പറയുന്നു. അഭ്യാസേന തു വൈരാഗ്യേന ച, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസും ഡിറ്റാച്ച്മെൻറ്റും. നിങ്ങൾക്ക് എന്തിനോടാണോ ആസക്തി തോന്നുന്നത് അത് ചെയ്യാതിരിക്കുക. യോഗയിൽ അതിനെ, അഷ്ടാംഗ യോഗത്തിൽ അതിനെ പ്രത്യാഹാരം എന്ന് പറയും. പ്രത്യാഹാരം, അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞാൽ 8 അംഗങ്ങളുള്ള യോഗം. ഏതൊക്കെയാണ് 8 അംഗങ്ങൾ? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഈ അതിൽ വരുന്ന ഒന്നാണ് യോഗ. ആസനങ്ങളും പ്രാണായാമവും കഴിഞ്ഞ് വരുന്ന ഒന്നാണ് പ്രത്യാഹാരം. ഉച്ചസമയം ആകാറായപ്പോഴാണ് ഞാൻ പ്രത്യാഹാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യാഹാരം ആഹാരമൊന്നുമല്ല. പ്രത്യാഹാരത്തിന് നമ്മൾ കഴിക്കുന്ന ആഹാരവുമായിട്ടൊരു ബന്ധവുമില്ല. പിന്നെന്താ? പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ പുള്ളിങ് ബാക്ക് യുവർ സെൻസസ് ഫ്രം ഡിസൈഡ് ഒബ്ജക്ട്സ്, ഡിസൈഡ് പേഴ്സൺസ്, ഡിസൈഡ് എക്സ്പീരിയൻസസ്. നമുക്ക് ആഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം തോന്നുന്ന വസ്തുക്കളോടും വ്യക്തികളോടും അനുഭവങ്ങളോടും ഒരു ഡിറ്റാച്ച്മെൻറ്റ്, ഒരു വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ദേഷ്യമല്ല, ഒരു മാനസികമായിട്ട് അകൽച്ച പുലർത്തുവാനുള്ള കഴിവാണ്. അതൊരു കഴിവാണ്, വലിയൊരു കഴിവാണ്. ഞാൻ ഹരിദ്വാറിലുണ്ടായിരുന്നപ്പോൾ അവിടുത്തെ ആശ്രമത്തിൽ അസ്വാദ് എന്ന് പറഞ്ഞൊരു ദിവസം ആഹാരം തരും. അസ്വാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും കാണില്ല, പുളിയില്ല, ഉപ്പില്ല, എരിവില്ല, അങ്ങനെ സ്വാദൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ അസ്വാദ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആഹാരം നാവിന് വേണ്ടിയല്ല,
നാവിലെ രസമുകുളങ്ങൾക്ക് സ്വാദിന് വേണ്ടിയല്ല, മറിച്ച് ശരീരത്തിന് ഊർജം കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ള അടിസ്ഥാന തത്വത്തിൽ നമ്മളെത്തും. അപ്പോൾ പ്രത്യാഹാരം നിങ്ങളുടെ മുന്നിൽ, കൊച്ചുകുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങളുടെ മുന്നിൽ ജിലേബിയോ ലഡുവോ അല്ലെങ്കിൽ ഡയറി മിൽക്കോ എന്തെങ്കിലും കൊണ്ട് വയ്ക്കുമ്പോൾ നിങ്ങൾക്കത് കഴിക്കാം, വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇല്ല, ഞാൻ കഴിക്കുന്നില്ല എന്ന് മനസ്സിന് തീരുമാനിക്കാൻ സാധിച്ചാൽ മൈൻഡ് ഈസ് എ വെരി ഗുഡ് സെർവൻറ്റ് ബട്ട് എ വെരി ബാഡ് മാസ്റ്റർ. എപ്പോഴും ഓർത്തോളുക, മനസ്സ് നിങ്ങളെയാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ, മൈൻഡ് എപ്പോഴും നിങ്ങളുടെ കൺട്രോളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ജീവിതത്തിൽ സേഫായിരിക്കും. അതിനെക്കുറിച്ച് ഭഗവത്ഗീതയിലും ഉപനിഷത്തിലുമൊക്കെ സ്ഥിരമായിട്ട് പറയുന്നൊരു ഇമേജ് ഉണ്ട്. എന്താണ്? ഈ ശരീരമെന്ന് പറയുന്ന ഒരു രഥം, അതിൻ്റെ മുന്നിൽ കെട്ടിയിട്ടിരിക്കുന്ന 5 ഇന്ദ്രിയങ്ങൾ 5 കുതിരകളാണ്. കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്കെന്ന് പറയുന്ന 5 ഇന്ദ്രിയങ്ങൾ 5 കുതിരകളാണ്. ഈ 5 കുതിരകളെ കടിഞ്ഞാണെന്ന് പറയുന്നത് നമ്മുടെ മനസ്സ്. ആ കടിഞ്ഞാണിനെ കൺട്രോൾ ചെയ്യുന്ന സാരഥി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി. അപ്പോൾ ആ ബുദ്ധിയിൽ മനസ്സും, അതായത് ബുദ്ധിയാകുന്ന സാരഥിയിൽ മനസ്സാകുന്ന കടിഞ്ഞാണും മനസ്സാകുന്ന കടിഞ്ഞാണിൽ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളും ഉണ്ടെങ്കിൽ കൃത്യമായി ജീവിതരഥം മുന്നോട്ട് പോകും. അതേസമയം ഈ ഏതെങ്കിലും ഒരു സമയത്ത് ഈ സാരഥിയായ ബുദ്ധി ഉറങ്ങിപ്പോയാലോ? കയ്യിൽ നിന്ന് മനസ്സ് വിട്ടു, ബുദ്ധിയിൽ നിന്ന് മനസ്സ് വിട്ടു. അപ്പോൾ പിന്നെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഈ രഥം, 5 ഇന്ദ്രിയങ്ങളല്ലേ, കുതിരകൾ. അപ്പോൾ അതിന് തോന്നിയ വഴിക്ക് വിളിച്ചുകൊണ്ട് പോയി ഈ ജീവിതരഥത്തെ എവിടെങ്കിലും കൊണ്ട് തള്ളിയിടും. ഇതാണ് നമ്മുടെ ഈ ഇവകൾ തമ്മിലുള്ള ഒരു ഹാർമണി, ഒരു ലയം എന്ന് പറയുന്നത്. ഉപനിഷത്ത് ശാന്തി മന്ത്രം പറയുന്നു, വാങ്മേ മനസ്സി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം. എൻ്റെ വാക്ക് മനസ്സിൽ പ്രതിഷ്ഠിതമാകട്ടെ, എൻ്റെ വാക്ക് മനസ്സിൽ പ്രതിഷ്ഠിതമാകട്ടെ, മനസ്സ് വാക്കിലും പ്രതിഷ്ഠിതമാകട്ടെ. നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും നമ്മുടെ മനസ്സിൽ നിന്നും വരണം. അറിവുള്ളവർ, പ്രാജ്ഞൻ വാക്കിനെ മനസ്സിലും മനസ്സിനെ ബുദ്ധിയിലും ബുദ്ധിയെ ആത്മതത്വത്തിലും അടക്കണം. ഞാനൊരു ചെറിയ ഗ്യാപ്പ് വരുന്നത്, ഇവിടെ ഒരാൾ മുന്നിലിരുന്ന് ഇതൊക്കെ കുറിക്കുന്നുണ്ട്. എനിക്കത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം വാസ്തവത്തിൽ അങ്ങനെ വേണം ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ. കാരണം നിങ്ങൾക്കൊരു പക്ഷേ പല ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന അറിവുകളുടെ എല്ലാം ഒരു സമാഹരണമാണ് ചിലപ്പോൾ ഒരു വ്യക്തി വന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ ഓർമ്മയിൽ നിന്നും വരുന്നത്. അപ്പോൾ പ്രാജ്ഞൻ വാക്കിനെ മനസ്സിലും മനസ്സിനെ ബുദ്ധിയിലും ബുദ്ധിയെ ആത്മതത്വത്തിലും അടക്കുകയാണെങ്കിൽ നമ്മുടെ ദർശനത്തിൻ്റെ ബേസിൽ അല്ലാതെ നമ്മളൊന്നും സംസാരിക്കില്ല. വാവിട്ടുപോയ വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തൊടുത്തു കഴിഞ്ഞ ശരം പോലെയാണ്, പിന്നെ തിരിച്ചു വലിച്ചെടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ വാക്ക് വളരെ ശക്തിയുള്ളതാണ്. നിങ്ങൾ നല്ല ഉപാസനാ ശക്തിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ വാക്കിന് ശക്തി കൂടും. പരാശബ്ദങ്ങൾ, പശ്യന്തി ശബ്ദങ്ങൾ, വൈഖരി ശബ്ദങ്ങൾ എന്നിങ്ങനെ ശബ്ദം പല രീതിയിലുണ്ട്. മന്ത്രം ജപിക്കുമ്പോൾ എന്താണ് പ്രത്യേകത ഉണ്ടാകുന്നത്? ഇത്തരം ശബ്ദങ്ങളുടെ വൈബ്രേഷനാണ്. നിങ്ങൾ ഗായത്രി ജപിക്കുമ്പോൾ അല്ലെങ്കിൽ മൃത്യുഞ്ജയം ജപിക്കുമ്പോൾ എന്താണ്? അത് ജപിക്കേണ്ട രീതിയിൽ ജപിക്കുമ്പോൾ വൈബ്രേഷൻസ് ഉണ്ടാവുന്നു. അപ്പോൾ ഗായത്രി ഓം ഭൂർഭുവഃ സ്വഃ തത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഈ രീതിയിൽ വേണം ജപിക്കാൻ. പക്ഷേ ഗായത്രി ഒരു പാട്ട് പോലെ പാടിയാൽ നമുക്ക് ഈ പ്രൊനൗൺസിയേഷൻ്റെ വൈബ്രേഷൻസ് ഒന്നും കിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ മൃത്യുഞ്ജയം ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുഹമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാൻ. മന്ത്രത്തിന് ഹീലിംഗ് പവറുണ്ട്. ഹീലിംഗ് പവർ നിങ്ങൾക്ക് ശാരീരികവും മാനസികവുമായും ദിവസവും ഏറ്റുകൊണ്ടിരിക്കുന്ന ക്ഷതങ്ങൾ, നമ്മുടെ അടിസ്ഥാനപരമായ കണങ്ങൾ, സെല്ലുകൾ വരെ ഇത്തരം ക്ഷതങ്ങളുണ്ട്. ഓരോ ദിവസവും നമ്മുടെ സെല്ലുകൾ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ 10,000 കണക്കിന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴാണ് സാധാരണ തിരിച്ചെടുക്കുക? ഡീപ്പ് സ്ലീപ്പിലാണ്, സുഷുപ്തിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പകലൊക്കെ നിങ്ങൾക്ക് നല്ല ക്ഷീണം കാണും. ഉറക്കം, പ്രത്യേകിച്ച് പ്രായം കൂടുമ്പോൾ നമ്മളിലുള്ള ചില കെമിക്കൽസ്, മെലോട്ടോണിൻ പോലുള്ള കെമിക്കൽസൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടില്ല. അപ്പോൾ നമുക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ല. ചില ആളുകളുണ്ട്, ആങ്സൈറ്റി, ഉത്കണ്ഠയുടെ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഉറങ്ങി തുടങ്ങുമ്പോഴേക്കും ഞെട്ടിയങ്ങ് എഴുന്നേൽക്കും. പിന്നെ ഹൃദയമിടിപ്പൊക്കെ ആ സമയത്ത് കൂടുതലായിരിക്കും. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഡീപ്പ് സ്ലീപ്പിലാണ് നമ്മുടെ ശരീരം സെല്ലുകൾ റിപ്പയർ ചെയ്യുന്നത്. സെല്ലുകളെ റിപ്പയർ ചെയ്യുന്നതും പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നതും. ഡീപ്പ് സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേറ്റ് ചെയ്യുക, ധ്യാനം. നല്ല ഡീപ്പായിട്ടുള്ള ധ്യാനത്തിലോട്ട് പോയാൽ ശരീരത്തിൽ ഇതേ പ്രോസസ്സ്, ഡീപ്പ് സ്ലീപ്പിൽ നടക്കുന്ന അതേ പ്രോസസ്സ് തന്നെ നടക്കും. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാത്തവരാണ് കൂടുതലെന്നുള്ളത് കൊണ്ട് ഞാൻ പറയാം. മെഡിറ്റേഷൻ ചെയ്യുന്നതിന് നിങ്ങൾ ചമ്രം പടിഞ്ഞ് പത്മാസനത്തിലിരുന്ന് കണ്ണുകളടച്ചിരിക്കണമെന്നൊന്നും വേണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് നിങ്ങൾ കേൾക്കുന്നു എന്ന് വിചാരിക്കുക, ഒരു ഭജൻസ് കേൾക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പ്രകൃതിയിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ മനസ്സിന് വളരെയേറെ സന്തോഷവും ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡും കിട്ടുന്നു എന്ന് വിചാരിക്കുക. അടുത്തൊരു സുഹൃത്തുമായിട്ട് പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻസും ഇല്ലാതെ ചുമ്മാ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനൊരു ഈസിനെസ് കിട്ടുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ജോയ്ഫുള്ളാകുന്നു, ബാലൻസ്ഡ് ആകുന്നു വിചാരിക്കുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം തന്നെ മനസ്സിന് ധ്യാനാത്മകമാകാൻ കഴിയും. അപ്പോൾ ഒരു വഴിയല്ല ഉള്ളത്, അനേകം വഴികളുണ്ട്. നിങ്ങളുടെ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ, നിങ്ങളുടെ സ്വഭാവത്തിനനുസൃതമായി സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സ് എപ്പോഴും ഹാപ്പി ആയിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും. അത് വളരെ പ്രധാനമാണ്. മനസ്സ് സന്തോഷം നിറഞ്ഞിരിക്കുമ്പോൾ, ആനന്ദം നിറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. നിങ്ങൾ നല്ല ഹാപ്പി ആയിരിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് സെറോട്ടോണിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യും, ഡൊപ്പാമിൻ സെക്രീറ്റ് ചെയ്യും. ഇതൊന്നും സെക്രീറ്റ് ചെയ്യാത്ത സന്ദർഭങ്ങളിൽ ഇതൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വിഷാദ രോഗം വരും. അങ്ങനെ വരുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പോകും. അപ്പോൾ അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് നമ്മൾ വിഷാദ രോഗമെന്നും പറഞ്ഞ് ഡിപ്രഷൻ, ഉടനെ അവരെന്താ ചെയ്യുക? നമ്മുടെ തലയിൽ നിന്ന് സ്വാഭാവികമായിട്ട് വരുന്ന സെറോട്ടോണിനും ഡോപ്പാമിനും ഒക്കെ കൃത്രിമമായിട്ട് നമുക്ക് മെഡിസിനായിട്ടും ഇഞ്ചക്ഷനായിട്ടും അവർ തരും. നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള എൻഡോർഫിൻസാണ് ഇതെല്ലാം. അതിനെ നമ്മൾ വെളിയിൽ നിന്ന് പൈസ കൊടുത്ത് അകത്ത് ആർട്ടിഫിഷ്യലായിട്ട് വാങ്ങിച്ച് കഴിക്കും. കഴിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് വിഷാദം മാറും, നമുക്കൊരു കാംനെസ് തോന്നും. അതിൻ്റെ എഫക്റ്റ് വിടുമ്പോൾ വീണ്ടും പഴയതുപോലെയാവും. ജീവിതകാലം മുഴുവൻ നമുക്ക് ചിലപ്പോൾ ഗുളിക കഴിക്കേണ്ടി വരും. അപ്പോൾ ധ്യാനം ശീലിച്ചാൽ മെഡിക്കൽ സ്റ്റോറുകാരന് കാശും കൊടുക്കണ്ട, ഡോക്ടറിന് കാശ് കൊടുക്കണ്ട, ശരീരത്തിൽ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. എല്ലാ സൈക്കോട്ടിക് മെഡിസിൻസിനും സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ലാതെ ധ്യാനം ശീലിച്ചു കഴിഞ്ഞാൽ ഇത് സാധിക്കും. ഇവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെങ്കിൽ പ്രയോജനപ്പെടുത്തുക. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയി കണ്ണടച്ചിരുന്ന മനസ്സ് നമ്മുടെ കയ്യിൽ വരില്ല. എനിക്കറിയാം, കൂടുതൽ പേരുടെയും പ്രശ്നം അതാണ്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു മന്ത്രം, ഫോർ എക്സാമ്പിൾ പഞ്ചാക്ഷരി മന്ത്രം, അത് ജപിക്കണം. നിങ്ങൾ നല്ല ടെൻസ്ഡ് ആയിട്ടുള്ളൊരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ഹെവിനെസ്സിൽ നിന്നൊന്ന് ഓവർകം ചെയ്യണമെന്നും അതിൽ നിന്ന് മാറിപ്പോകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു റൂമിൽ പോയി ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ, ഇതുപോലെ ഒരു പൊസിഷനിൽ ഇരുന്ന ശേഷം, ആ സമയത്ത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല, പ്രാണായാമം ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും ചെയ്താൽ നമ്മുടെ പ്രഷറും കൂടും, ഹെവിനെസ്സും കൂടും, നമുക്ക് ആകെപ്പാടെ വിഭ്രാന്തി വരും. പകരം നമുക്ക് പക്ഷെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ആദ്യം ഒരു ദീർഘമായൊരു ശ്വാസം വലിച്ചെടുത്ത ശേഷം ഓം നമ ശിവായ, 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 ഇങ്ങനെ ജപിക്കുക. ഒന്നിനും ഒരു പഴുതില്ല.
വളരെ ക്യുക്കാണ്, വളരെ ലൗഡായിട്ടാണ് നമ്മൾ ജപിക്കുന്നത്. വേറെ ഒന്നും മനസ്സിലേക്ക് കയറില്ല. കാഴ്ചകളൊന്നും കണ്ണടച്ചിക്കണം, കാഴ്ചകളൊന്നും അകത്തേക്ക് പ്രോസസ്സ് ചെയ്യില്ല, കാതിലിത് തന്നെ കേൾക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു 6-7 പ്രാവശ്യമോ ചിലപ്പോൾ 10 പ്രാവശ്യമോ 15 പ്രാവശ്യമോ ചെയ്ത് കഴിയുമ്പോൾ ഒട്ടും ബ്രേക്ക് ഇല്ലാതെ ഉറക്കെ ചെയ്യണം ആദ്യം. അപ്പോൾ മനസ്സ് ഏകാഗ്രമായി, ധാരണ, മെഡിറ്റേഷൻ അല്ല, അത് ധാരണയാണ്, ഏകാഗ്രമായി. ധ്യാനം നിർവിഷയം മനഃ എന്നാണ്, ഇതല്ല, ധാരണയിലെത്തി. അപ്പോൾ നമ്മളൊരു 10 പ്രാവശ്യം ഇങ്ങനെ ചെയ്തു. അപ്പോൾ നമുക്ക് ഒന്ന് റിലാക്സ്ഡായി വരും. റിലാക്സ്ഡ് ആകുന്നവരെ നമ്മൾ വേറെ ഒരു പഴുത് കൊടുക്കരുത്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ ഇങ്ങനെ തുടങ്ങിയ നിങ്ങൾ അല്പം കഴിയുമ്പോൾ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ ഇങ്ങനത്തെ ഒരു ട്യൂണിലോട്ട് വരും. പിന്നെയും അല്പം കഴിയുമ്പോഴോ ഓം നമ ശിവായ, ഓം നമ ശിവായ ഇങ്ങനെ വരും. അങ്ങനെ വീണ്ടും പറഞ്ഞ് വരുമ്പോൾ ശബ്ദം കുറഞ്ഞ് ജപത്തിൽ ഏറ്റവും നല്ലത് മനസ്സിലെ ജപമാണ്. ആ ജപം പിന്നീട് മെല്ലെ 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 ധ്യാനമായിട്ട് സൈലൻസിലോട്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇനി ജപിക്കണ്ട, മിണ്ടാതിരിക്കാം എന്ന് തോന്നുമ്പോൾ സൈലൻ്റ് ആവുക. അങ്ങനെ സൈലൻ്റായിട്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയ തോട്ട്സ് വല്ലതും കയറി വരുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വീണ്ടും പഴയതിലേക്ക് ആശ്രയിക്കണം. ഉറക്കെ ഉച്ചത്തിൽ വീണ്ടും ജപിച്ചു തുടങ്ങുക. ഈ ഒരു പ്രോസസ്സ് ഒരു 10-15 മിനിറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ നിങ്ങളുടെ മൈൻഡ് വീണ്ടും കാമാവും, കാം ആൻഡ് ക്വൈറ്റ് ആവും. പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമുക്ക് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാണായാമം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വല്ലപ്പോഴുമൊക്കെ ഇപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ നല്ല റിലാക്സ്ഡ് ആണെങ്കിൽ നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നത് ഒരു താളാത്മകമായിട്ടായിരിക്കും. ശ്വാസം എടുക്കുന്നത്, പുറത്ത് വിടുന്നത്, അതിനൊരു താളം ഉണ്ടാവും, അത്യാവശ്യം ഡീപ്പായിരിക്കും. ടെൻഷനുള്ളപ്പോഴോ ഇങ്ങനെയാകും. പേടി വരുമ്പോൾ ചിലർ കിതക്കില്ലേ, അതുപോലെയാകും. നമ്മുടെ പല ഗ്രന്ഥങ്ങളിലും പറയുന്നത് ഒരു മനുഷ്യൻ പിന്നെ ജനിക്കുമ്പോൾ തന്നെ അയാളുടെ ജീവിതത്തിൽ ഇത്ര ശ്വാസം, ഇത്ര നിശ്വാസം, ശ്വാസനിശ്വാസങ്ങൾ അയാൾക്കുണ്ട്, ഒരു നമ്പറുണ്ട്. അത്രയും ശ്വാസനിശ്വാസങ്ങൾ കഴിയുമ്പോൾ അയാൾ മരിക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്കൊരു ദീർഘായുസ് ഉണ്ടാകാനുള്ള മാർഗം എന്താണ്? പതുക്കെ ശ്വാസം എടുത്താൽ പോരെ, അല്ലേ? മിനിറ്റിൽ 20 ശ്വാസം എടുക്കുന്നയാൾ 10 ശ്വാസമാണ് എടുക്കുന്നെങ്കിൽ ആയുസ് ഇരട്ടിയാവില്ലേ, അല്ലേ? ചിലരൊക്കെ ഇപ്പോൾ വിചാരിക്കുന്നത് എങ്ങനെ ഒന്ന് പോയി കിട്ടാം എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇനി ശ്വാസം ഇരട്ടിയാക്കിയിട്ട് വീണ്ടും ജീവിച്ചിരിക്കാൻ. ചിലരുടെ മുഖമൊക്കെ കണ്ടാൽ അങ്ങനെ തോന്നും. ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞിട്ട് ഒരു ഭക്തയാണ്, പക്ഷേ അതിൻ്റെ അമ്മായി അമ്മയുടെ അടുത്ത് പോയിരുന്നിട്ട് വീട്ടിൽ പോയിട്ട് ഫസ്റ്റ് ദിവസം തന്നെ വിളക്ക് കൊളുത്തി വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഈ നരകത്തീ നിന്നെ കരകേറ്റിയിടേണം, തിരുവൈക്കം വാഴും ശിവശംഭോ. അപ്പോൾ അമ്മായി അമ്മ വന്ന് കയറിയ ദിവസം തന്നെ ഇത് നരകമെന്നാണോ പറയുന്നത്? മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറേഷൻ, ഫ്രീഡമാണ്, അത് സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്? നമ്മൾ പ്രായം കൂടുമ്പോൾ ബന്ധങ്ങളിൽ നിന്നും, മമതയിൽ നിന്നും, ആകർഷണങ്ങളിൽ നിന്നും നമ്മൾ സ്വതന്ത്രമാകുന്നതാണ് മോക്ഷം. ജീവാത്മാവിൻ്റെ വാസനകളിൽ നിന്നും കർമ്മ സംസ്കാരത്തിൽ നിന്നും സ്വതന്ത്രമാകുന്നതാണ് മോക്ഷം. എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വന്നാലും, മരണമോ ജനനമോ ദുഃഖമോ സുഖമോ അപമാനമോ അഭിമാനമോ എന്ത് വന്നാലും അതിനെല്ലാം ഒരു പുഞ്ചിരിയോടെ കാണാനാണ് നമ്മളെ കൃഷ്ണൻ പഠിപ്പിച്ചത്. കൃഷ്ണൻ നൽകിയ ഏറ്റവും നല്ല പാഠം അതാണ്. അപ്പോൾ ഞാൻ ഇനി സമന്തകത്തിലോട്ടൊന്ന് തിരിച്ചു വന്നാൽ, ഈ കഥയിലെ സമന്തകം അദ്വൈതത്തിൽ നിന്നും ദ്വൈതത്തിലേക്ക് വന്ന നമ്മൾ തന്നെയാണ്.
ആദ്യം നമ്മൾ ആത്മാവിലായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും ആത്മബോധത്തിൽ ജീവിക്കുന്ന ഒരാൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരിൽ ഡ്യുവലിസം ഇല്ല, അദ്വൈതമേ ഉള്ളൂ. സമന്തകം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ദാ പകൽ ഇരുട്ട്. സൂര്യൻ്റെ ലോകം വിട്ടു കഴിഞ്ഞപ്പോൾ അടുത്ത ഭൂമി ഇങ്ങ് ദൂരെയാണ്. അപ്പോൾ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് വരുമ്പോൾ ഇടയ്ക്ക് സ്പേസ്, അവിടെ ഇരുട്ടുണ്ട്. ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ സമന്തക അന്ന് വരെ അനുഭവിക്കാത്ത പല കാര്യങ്ങൾ, മനുഷ്യർക്ക് അസൂയ, അത്യാഗ്രഹം, ഇതെല്ലാം സമന്തകം ഉൾക്കൊള്ളുകയാണ്. അതിനുശേഷം നോക്കുമ്പോഴുണ്ട് ഒരു ദിവസം ഭഗവാനെ കാണുന്നു, വനമാലിയെ കാണുന്നു. വനമാലിയെ കാണുമ്പോഴേക്കും സമന്തകം കരുതുന്നു ഈ വനമാലിയുടെ മാറിൽ ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടി എത്തിച്ചേരുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്ന് കരുതി. ഇതൊന്നും വാസ്തവത്തിൽ നമ്മുടെ ഭാഗവതത്തിലുള്ളതല്ല. ഞാൻ ഈ പുസ്തകത്തിലെ എൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം പറയുകയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ഭഗവാനുമായിട്ട് യോജിക്കുവാനായിട്ടാണ് സമന്തകം ശ്രമിക്കുന്നത്. പക്ഷേ ഓരോ തവണയും അറിഞ്ഞോ അറിയാതെയോ സമന്തകത്തെ ഭഗവാൻ തിരസ്കരിക്കുന്നു.